ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് സമാപിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം രാവിലെ 8-ന് ജില്ലകളിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. നാളത്തെ വോട്ടെടുപ്പിൽ കേരളത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 4 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് സമാപിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം. കേരളത്തിലെ 20 ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മു കാശ്മീരിലെയും 89 മണ്ഡലങ്ങളാണ് നാളെ ബൂത്തിലെത്തുന്നത്. കർണാടകയിലെ 14, രാജസ്ഥാനിലെ 13, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 8 വീതവും മധ്യപ്രദേശിലെ 7 മണ്ഡലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അസം, ബീഹാർ സംസ്ഥാനങ്ങളിലെ 5 വീതവും ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 3 വീതവും മണിപ്പൂർ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഓരോ മണ്ഡലവും നാളെ വിധിയെഴുതും. കേരളത്തിൽ 1.5 മാസത്തോളം നീണ്ട പ്രചാരണത്തിനൊടുവിലാണ് നാളത്തെ വോട്ടെടുപ്പ്. 20 മണ്ഡലങ്ങളിലും LDF, UDF, NDA മുന്നണികൾ മത്സരരംഗത്തുണ്ട്. ഇതിനു പുറമെ കക്ഷിരഹിതരും മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ 194 പേർ ജനവിധി തേടുകയാണ്. 2,77,00,000 പരം വോട്ടർമാർക്കായി 25,358 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചു. പ്രധാനമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും തമിഴ്നാട് BJP പ്രസിഡന്റും ഉൾപ്പെടെ പ്രമുഖർ NDAയ്ക്ക് വേണ്ടി പലവട്ടം സംസ്ഥാനത്തെത്തി. UDFന് വേണ്ടി കോൺഗ്രസ് അധ്യക്ഷനും AICC ജനറൽ സെക്രട്ടറിമാരും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും നേതാക്കളും പ്രചാരണത്തിൽ പങ്കെടുത്തു. LDFന് വേണ്ടി CPIM ജനറൽ സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും CPI ദേശീയ ജനറൽ സെക്രട്ടറിയും അടക്കം പ്രചാരണം നടത്തി. ഇതിനു പുറമെ 3 മുന്നണികളുടെയും സംസ്ഥാന നേതാക്കളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും റാലികളിലും പ്രകടനങ്ങളിലും പങ്കുചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം രാവിലെ 8 മുതൽ ജില്ലകളിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ പ്രത്യേക വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കും. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിക്കും. വിതരണ കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് സാധന സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. പോളിംഗിനാവശ്യമായ ഒരുക്കങ്ങളെല്ലാം രാത്രിയോടെ പൂർത്തിയാകും. വോട്ടെടുപ്പ് ദിവസമായ നാളെ രാവിലെ 6-ന് മോക്ക് പോൾ ആരംഭിക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കളക്ടർമാർ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിരോധനാജ്ഞ. പരസ്യപ്രചാരണം അവസാനിച്ച ഇന്നലെ വൈകിട്ട് 6 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെയാണ് നിരോധനാജ്ഞ. തെരഞ്ഞെടുപ്പ് സംബന്ധമായ നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം, സംഗീത പരിപാടിയോ വിനോദ പരിപാടിയോ സംഘടിപ്പിച്ച് നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നിവയ്ക്കെല്ലാം ഈ കാലയളവിൽ വിലക്കുണ്ട്. ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട സന്ദർശനങ്ങൾക്കും യാത്രകൾക്കും നിരോധനാജ്ഞ ബാധകമല്ലെന്നും കളക്ടർമാർ ഉത്തരവിൽ പറയുന്നു. നാളത്തെ വോട്ടെടുപ്പിൽ കേരളത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. കേരള പോലീസും കേന്ദ്രസേനയുമാണ് തെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് വിന്യാസം പൂർത്തിയാക്കിയത്. 41,976 കേരള പോലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. 183 DYSPമാരും 100 ഇൻസ്പെക്ടർമാരും 4,540 SI, ASIമാരും ഇവരിൽ ഉൾപ്പെടുന്നു. 24,000-ഓളം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും 8,800-ൽ പരം കേന്ദ്രസേനാംഗങ്ങളും 3,000-ഓളം ഹോംഗാർഡുമാരും ക്രമസമാധാന പാലനത്തിന് രംഗത്തുണ്ടായിരിക്കും. ഇതിനു പുറമെ 24,000-ലേറെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരും ഡ്യൂട്ടിക്കെത്തും. മാവോയിസ്റ്റ് പ്രശ്നം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിലും കേന്ദ്രസേനയെ നിയോഗിച്ചിട്ടുണ്ട്. പോലീസ് വിന്യാസത്തിന്റെ സംസ്ഥാനതല നോഡൽ ഓഫീസർ ADGP MR അജിത് കുമാറാണ്. IG ഹർഷിത അട്ടലൂരി അസിസ്റ്റന്റ് പോലീസ് നോഡൽ ഓഫീസറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ
തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ തിരിച്ചറിയൽ കാർഡാണ്. എന്നാൽ അത് കൈവശമില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. ആദ്യമായി വോട്ട് ചെയ്യുന്നവരടക്കം എല്ലാ വോട്ടർമാരും സമ്മതിദാനം വിനിയോഗിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അഭ്യർത്ഥിച്ചു. 5 ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് ഇക്കുറി പോളിംഗ് ബൂത്തിലെത്തുന്നത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ സഹായ നിർദ്ദേശങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ഡെസ്ക് റിപ്പോർട്ട്. സമ്മതിദായകർ പോളിംഗ് ബൂത്തിലെ ക്യൂവിൽ നിന്ന് ഊഴമെത്തുമ്പോൾ പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിലെ പേരും വോട്ടർ കാണിക്കുന്ന തിരിച്ചറിയൽ രേഖയും പരിശോധിക്കും. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും ഒപ്പുവാങ്ങുകയും ചെയ്യും. തുടർന്ന് സെക്കൻഡ് പോളിംഗ് ഓഫീസർ സ്ലിപ്പ് സ്വീകരിക്കുകയും വോട്ടറുടെ വിരലിലെ മഷിയടയാളം പരിശോധിക്കുകയും ചെയ്യും. വോട്ട് ചെയ്യുന്ന കമ്പാർട്ട്മെന്റിലെത്തുമ്പോൾ 3-ാം പോളിംഗ് ഓഫീസർ ബാലറ്റ് യൂണിറ്റ് വോട്ടിംഗിന് സജ്ജമാക്കും. ബാലറ്റ് യൂണിറ്റിലെ റെഡി ലൈറ്റ് പ്രകാശിക്കുമ്പോൾ വോട്ടർ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള വോട്ടിംഗ് യന്ത്രത്തിലെ നീല ബട്ടൺ അമർത്തണം. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ചുവന്ന ലൈറ്റ് പ്രകാശിക്കും. ഉടൻ തന്നെ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് വിവിപാറ്റ് യന്ത്രം പ്രിന്റ് ചെയ്യുകയും 7 സെക്കൻഡ് പ്രദർശിപ്പിക്കുകയും ചെയ്യും. കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ബീപ് ശബ്ദം കേട്ടാൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്താം. വിവിപാറ്റിൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ ബീപ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ വിവരമറിയിക്കണം. വോട്ട് ചെയ്ത ശേഷം പ്രിന്റ് ചെയ്ത സ്ലിപ്പ് വിവിപാറ്റ് യന്ത്രത്തിൽ സുരക്ഷിതമായിരിക്കും. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രശ്നോത്തരി മെഗാ ഫൈനലിൽ തിരുവനന്തപുരത്ത് അയ്യപ്പദാസും ജിതിൻ കെ ജോണും ഉൾപ്പെട്ട ടീം ജേതാക്കളായി. ശരത് VR, ഷിബു R ടീമിനാണ് 2ാം സ്ഥാനം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ തീവ്ര ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഈ ദിവസങ്ങളിൽ സൂര്യാഘാതവും സൂര്യാതപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ജാഗ്രതാ നിർദ്ദേശം. ഇന്ന് ലോക മലമ്പനി ദിനം. മലേറിയ നിയന്ത്രിക്കാനും ആത്യന്തികമായി ഇല്ലാതാക്കാനും ആഗോള അവബോധം വളർത്താനാണ് ഏപ്രിൽ 25 ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത്. ഡൽഹിയിൽ IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 4 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് 7:30 ഹൈദരാബാദിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും. ISL ഫുട്ബോൾ സെമിഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ മുംബൈ സിറ്റിക്ക് ജയം. ഗോവയിൽ 2-3 ഗോളിനാണ് മുംബൈ വിജയിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 2ാം പാദ മത്സരത്തിൽ ഒഡീഷ മോഹൻ ബഗാൻ FCയെ നേരിടും. ദുബായിൽ ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിവസം ഇന്ത്യ 1 സ്വർണവും 3 വെള്ളിയും നേടി. കഴിഞ്ഞ വർഷം മീറ്റിൽ 19 മെഡലുമായി ഇന്ത്യ 3ാം സ്ഥാനം നേടിയിരുന്നു. ലോക അണ്ടർ-20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ യോഗ്യതാ മത്സരം കൂടിയാണിത്. തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ അധിക തിരക്ക് ഒഴിവാക്കാൻ റെയിൽവേ മംഗളൂരു സെൻട്രലിനും കൊച്ചുവേളിക്കുമിടയിൽ പ്രത്യേക സർവീസ് നടത്തും. മംഗളൂരു സെൻട്രൽ കൊച്ചുവേളി സ്പെഷ്യൽ എക്സ്പ്രസ് ഇന്നും മറ്റന്നാളും വൈകിട്ട് 7-ന് മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ 8-ന് കൊച്ചുവേളിയിലെത്തും. കൊച്ചുവേളി മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ എക്സ്പ്രസ് 26, 28 തീയതികളിൽ ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ട് അടുത്ത ദിവസം പുലർച്ചെ 3-ന് മംഗളൂരു സെൻട്രലിൽ എത്തിച്ചേരും. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിന്റെ നാള് കുറിക്കുന്ന പ്രക്കുഴം ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ അവിൽ, നെയ്യ് എഴുന്നള്ളത്തുകൾ എത്തുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. മാതൃഭൂമി ബുക്സ് പ്രൂഫ് റീഡറായിരുന്ന കോഴിക്കോട് കരുവശ്ശേരി മീത്തൽ വീട്ടിൽ മഞ്ജുള മാല നിര്യാതയായി. 65 വയസ്സായിരുന്നു. ദീർഘകാലം ആകാശവാണിയിലെ താൽക്കാലിക അവതാരകയായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് വെസ്റ്റിഗിൽ ശ്മശാനത്തിൽ നടത്തും. പത്തനംതിട്ട കോന്നിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമാപനത്തിന് ശേഷം മടങ്ങിയ CITU തൊഴിലാളി ജീപ്പിൽ നിന്ന് വീണ് മരിച്ചു. ളാക്കൂർ പ്ലാവിള പുത്തൻവീട്ടിൽ റെജിയാണ് മരിച്ചത്. തലശ്ശേരി മാഹി ദേശീയപാതയിലെ മാഹി പാലം അറ്റകുറ്റപ്പണികൾക്കായി ഈ മാസം 29 മുതൽ 12 ദിവസം അടച്ചിടും. ഗതാഗതം മോന്താൽ പാലം വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ട് സമാപിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം രാവിലെ 8-ന് ജില്ലകളിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. നാളത്തെ വോട്ടെടുപ്പിൽ കേരളത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 66,303 സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ.
പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 4 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.